എന്നത് ഞാൻ വ്യക്തമായി നാദാപുരത്ത് തെളിയിച്ചിട്ടില്ലേ? എന്നാൽ ഈ ബുക്കോ ഏതാ പറയുമ്പോൾ മൗലവി ഇവിടെ കാണിച്ചുള്ളൊരു ബുക്ക് കാന്തപുരം അവതാരിക എഴുതി. ഇത് കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകമാണെന്ന് തെളിയിക്കാൻ മൗലവിയെ ഞാൻ 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു. കാരണം പറഞ്ഞു തരാം കേട്ടോളി. മൗലവി ഇവിടെ കാണിച്ചല്ലോ 10/7/73 ഒരു കാണിക്കൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാം. ഈ പുസ്തകം ആണ്ട് നേർച്ചയും അപവാദം, ചില അപവാദങ്ങൾ എന്ന ഈ പുസ്തകത്തിന് എപ്പോഴാണ് അവതാരിക എഴുതിയിട്ട് മൗലവി കാണിച്ചത്? 10/7/73. ശരിക്കും മനസ്സിലാക്കണേ. ഞാൻ ഇതിൽ നിന്നൊരു വാചകം വായിക്കാൻ പോവാണ്. മൗലവിന്റെ കള്ളത്തെ ഇപ്പം മനസ്സിലാവും കേട്ടോളെ. അൽ ഇർഫാദിന്റെ വഞ്ചന. അൽ ഇർഫാദ് PMK വൈദ്യൊക്കെ ഇറക്കുന്നൊരു മാസികയുണ്ട്. അതിന്റെ വഞ്ചന, അൽ ഇർഫാദിന്റെ വഞ്ചന. ഈ അൽ ഇർഫാദ് മാസിക ഇറങ്ങാൻ തുടങ്ങി എത്രാമത്തെ കൊല്ലത്തിലാ? 1984. 84 ഇറങ്ങിയ അൽ ഇർഫാദിന് വഞ്ചന ഉണ്ട് എന്ന് 73 ഇറങ്ങിയ ബുക്കില് മൗലവിന്റെ തലച്ചോറങ്ങനുണ്ട്. 84 ഇറങ്ങാൻ തുടങ്ങിയ അൽ ഇർഫാദിന് വഞ്ചന ഉണ്ട് എന്ന് 73 അവതാരികയുടെ ബുക്കിൽ എങ്ങനെ വന്നു മൗലവി? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പുസ്തകത്തിൽ പിന്നീട് ഉസ്താദ് എഴുതിക്കൊണ്ട പുസ്തകം ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്നതല്ല, മറിച്ച് ആണ്ട് നേർച്ച എന്തല്ല എന്ന് ശിഹാബുദ്ദീൻ അഹമ്മദ് അലിയാത്തിയുടെ ഫത്വയാണെന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് ഇത് വിവർത്തനം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒപ്പിട്ട് കൊടുത്തതാണ്. അത് പിന്നെ കൊണ്ടുപോയിട്ട് ഇർഫാദിനെതിരെ വരെ എഴുതിയ ഒരു ബുക്കിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോയി ചേർത്തു. ചേർത്തവരാരാന്ന് നമുക്കറിയില്ല. KM മുഹമ്മദ് കോയ ഇപ്പം മരണപ്പെട്ടുപോയി. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നത് അയാൾ ഒരു വയസ്സുള്ള ആളാണ്, അയാൾ ആരോ പറ്റിച്ചതായിരിക്കും. ഇതാണ് അതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അല്ലെങ്കിൽ മൗലവി ഒരു കാര്യം പറ, 73 എഴുതിയ ബുക്കിൽ 84 മാസികന്റെ പേരുണ്ടാവും, അതിൽ വഞ്ചന നടത്തിയ ചരിത്രം ഉണ്ടാവും മൗലവി ഒന്ന് പറ. നമുക്കതാ കേൾക്കേണ്ടത്. മൗലവി ഒരു കാര്യം മനസ്സിലാക്കണം. സുന്നികളാണോ പറഞ്ഞത് സത്യമായിരിക്കും, മുജാഹിദാണോ പറഞ്ഞത് കളവായിരിക്കും കേട്ടോ.